അംഗീകരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോ അംഗങ്ങളും ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ആളുകൾ സംസാരിക്കും. ആദ്യം സംസാരിക്കുന്നതിന് ആദരപൂർവ്വം ഫാദർ യുജീൻ പെരേര അവരുടെ ക്ഷണിക്കും. ഈ ജനസഭയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ MP മത്തായി സാർ, ഈ ജനസഭയിൽ സംബന്ധിക്കുന്ന പ്രൗഢമായ സദസ്യരെ, ഈ ജനസദസ്സ് ഇവിടെ സംഘടിപ്പിക്കുവാൻ കാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നേരത്തെ വളരെ വ്യക്തമായി സൂചിപ്പിക്കപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യശസ് ഉയർത്തുവാൻ, പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത്, പൊതുജന ആരോഗ്യ രംഗത്ത്, ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ആശാ വർക്കേഴ്സ്. ഇത് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ആരോഗ്യ രംഗത്ത് തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ അത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഈ സമൂഹത്തിലെ ഏറ്റവും അശരണരും സാധാരണക്കാരുമായ ആളുകളുടെ ഇടയിൽ നടത്തപ്പെടുന്ന നിസ്തുലമായ സേവനങ്ങളാണ്. ഞാൻ ആദ്യമേ തന്നെ ആ രംഗത്ത് ത്യാഗപൂർവം പ്രവർത്തിച്ചു വരുന്ന ആശാ വർക്കേഴ്സിനെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ ഇല്ല എങ്കിൽ കേരളത്തിൻ്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ അഭിമാനപൂർവ്വം പറയുന്ന കേരളത്തിൻ്റെ ആരോഗ്യനില രാജ്യത്ത് തന്നെ മെച്ചപ്പെട്ടതാണെന്നും ലോക രാഷ്ട്രങ്ങൾക്ക് കിടപിടിക്കാൻ സാധിക്കുന്നതാണെന്ന് അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്നെങ്കിൽ അത് ഈ സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ നിസ്തുലമായ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ്. അതുകൊണ്ട് കഴിഞ്ഞ 45 ദിവസങ്ങളായി നടത്തി വരുന്ന ഈ സമരം എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ ഇടപെട്ട് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പരിഹരിക്കാനായിട്ട് ആദ്യം മുന്നോട്ട് വരണം എന്നതാണ് ഈ സദസ്സിന് മുമ്പിൽ എനിക്ക് നടത്തുവാനുള്ള ഒരു അഭ്യർത്ഥന. രണ്ടാമതായി, ഈ തൊഴിലും തൊഴിലാളികളും ഒക്കെ പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. ഞാൻ ഓർക്കുന്നത് 2013 ഈ രാജ്യത്തെ ഗാർഹിക തൊഴിലാളികൾ, അത് ഈ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഗാർഹിക തൊഴിലാളികളായി അംഗീകരിക്കുന്നത് സംബന്ധിച്ച് ILO അന്തർദേശീയ തൊഴിൽ സംഘടന ചർച്ചയ്ക്കെടുത്തു. ആ ചർച്ച വളരെ ഗൗരവത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിനിധികൾ അവരെ ഉല്ലസിക്കാനായിട്ട് പോയിരുന്നു. ഈ ചർച്ച നടത്തുന്ന സന്ദർഭത്തിൽ അന്തർദേശീയ തൊഴിൽ സംഘടനയുടെ വേദിയിൽ പോലും അവരില്ലായിരുന്നു. അവരെവിടെ നിന്നൊക്കെ മടങ്ങി വന്നിട്ട് രാജ്യത്തിൻ്റെ എതിരഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നതാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ആശാ വർക്കർമാർ നടത്തി വരുന്ന ഐതിഹാസികമായ